പ്രതീക്ഷിച്ചതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീപ്പോ റേറ്റ് കുറച്ചിരിക്കുന്നു. എന്താണ് റീപ്പോ റേറ്റ്? റീപ്പോ റേറ്റിൽ മാറ്റം വരുമ്പോൾ സമ്പദ്ഘടനയെ അതെങ്ങനെയാണ് ബാധിക്കുക? റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക്, നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റീപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സമ്പദ്ഘടനയിലെ വില നിലവാരം, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതായത് മൊത്തവില നിലവാരം, പിന്നെ അതുപോലെ ഉപഭോക്തൃ വില നിലവാരം. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വില നിലവാരം. ഇതിനെയൊക്കെ ഇതിനോടൊക്കെ അനുബന്ധമായിട്ടായിരിക്കും റിസർവ് ബാങ്ക് റീപ്പോ റേറ്റ് കൂട്ടുക കുറയ്ക്കുക ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രവുമല്ല, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അതായത് ഉപഭോക്തൃ വിലകൾ 2%-നും 4%-നും ഇടയ്ക്ക് നിൽക്കണം. 2%-ന്റെ 4%-ന്റെ ഇടയ്ക്കായിരിക്കണം, അതിന് മുകളിലേക്ക് പോകരുത്. പക്ഷേ കോവിഡ് കാലത്തൊക്കെ എന്താ സംഭവിച്ചത്? ഹോൾസെയിൽ പ്രൈസ് 11% വരെയും റീറ്റെയിൽ പ്രൈസ് 15% വരെയും ഒക്കെ പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ ഈ റീപ്പോ റേറ്റ് ഫിക്സ്ഡ് ആക്കി വെച്ചിരുന്നു, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ. അതെല്ലാം കഴിഞ്ഞ് കോവിഡിന്റെ ആഫ്റ്റർ ഇഫക്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് പതുക്കെ ഇക്കോണമി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വന്ന സമയത്താണ് പിന്നെ റീപ്പോ റേറ്റിൽ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ സമയത്ത് 6% അതുവരെ. ആ റീപ്പോ റേറ്റ് 6%-ൽ നിന്ന് 5.5%-ആയിട്ട് കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റി കാലത്ത് കുറച്ചു. അപ്പൊ ആ സമയത്തൊക്കെ റീറ്റെയിൽ പ്രൈസ് ഉപഭോക്തൃ വില നിലവാരം 9%-ലും ഒക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 6%-ൽ നിന്ന് 5%-ആയിട്ട് റീപ്പോ റേറ്റ് കുറച്ചത്. അതിനനുസരിച്ച് ബാങ്കിങ് സെക്ടറിലും വായ്പ ഒക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് വായ്പകൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ ഈ 2 ആഴ്ച മുൻപാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇത് വരുന്നത്. അതായത് ഉപഭോക്തൃ വില നിലവാരം 2012-ന് ശേഷം ഏറ്റവും താഴ്ന്ന 0.25%, അതായത് നമ്മൾ പറയുന്ന 0.25%, 0.25%-ലേക്ക് ഉപഭോക്തൃ വില നിലവാരം താണിരിക്കുന്നു. 2012-ന് ശേഷം ഏറ്റവും കുറഞ്ഞ ഉപഭോക്തൃ വില നിലവാരം ഇൻഡെക്സ്, പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് ആ കണക്ക് കാണിക്കുന്നത്. അപ്പൊ അപ്പോഴും കേരളത്തിലെ വില നിലവാരം അതൊന്നും അല്ല കേട്ടോ. കേരളത്തിലെ വില നിലവാരം 9.56%-ആണ്. പിന്നെ അത് കേരളത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ കാണാവുന്ന അഡ്വർടൈസ്മെന്റ്സ്, എവിടെയെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് കണ്ടാൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ അതുമല്ലെങ്കിൽ മറ്റ്, ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല, അവർക്കൊക്കെ എന്നോട് വലിയ പിണക്കം കാണും. ഈ സ്വർണ്ണ കച്ചവടക്കാരും എന്തുമാത്രം എന്തോ ഒരു തെറ്റിദ്ധാരണാജനകമായ അഡ്വർടൈസ്മെന്റ്സ് ആണ് ഓരോ ദിവസവും നമ്മുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചാനലുകൾക്കൊക്കെ അത് ജീവസന്ധാരണമാണ്. കാരണം ചാനലുകൾ ഒക്കെ നിർത്തി പോകേണ്ടി വരും ഈ അഡ്വർടൈസ്മെന്റ്സും അതിന്റെ പണവും വരുന്നില്ലെങ്കിൽ. അവർക്കൊക്കെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ശമ്പളമൊക്കെ കൊടുത്ത് ചാനലുകൾ ഒന്നിനൊന്നായിട്ട് പെരുകി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അഡ്വർടൈസ്മെന്റ് മണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കുതിച്ചുചാട്ടം നടത്തുന്നത്. കേരളത്തിലെ ഉപഭോക്താക്കളും കുതിച്ചുചാട്ടം നടത്തുന്നത്. പോക്കറ്റ് കാലിയായാലും കടം മേടിച്ചിട്ടാണെങ്കിലും ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പോലും വാങ്ങുന്ന സ്വഭാവക്കാരാണ് കേരളത്തിലുള്ളവര്. ആ ഉപഭോക്തൃ ശീലം കൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ തലത്തിൽ 0.25% ഉപഭോക്തൃ വില നിലവാരം എന്നിരിക്കെ കേരളത്തിൽ അത് 9.56% ആയിട്ട് 9.56%-നും 8.56%-നും ഇടയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഉയർന്ന ഉപഭോക്തൃ വില നിലവാരം നിൽക്കുന്ന കേരളത്തിനെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക. 28 സംസ്ഥാനങ്ങള്, പിന്നെ യൂണിയൻ ടെറിട്ടറീസില്. അപ്പൊ ഈ 28 സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം. കേരളത്തിലെ വില ഉയർന്നിരിക്കുന്നു. വേറെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും രണ്ടാമത്തെ സംസ്ഥാനത്ത് പോലും
2 ഉള്ളൂ വില നിലവാരം. അപ്പൊ അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കിയ 12 സംസ്ഥാനങ്ങളിലെ 0 താഴെയാണ് ഉപഭോക്തൃ വില നിലവാരം. അതൊക്കെ പറയുമ്പോ പക്ഷെ ഞാൻ ആ കണക്കുകളെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല കേട്ടോ. കാരണം ആ കണക്കുകളൊക്കെ അംഗീകരിക്കത്തക്ക കണക്കുകളല്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ തന്നെയുണ്ട്. അതുകൂടാതെ IMF നമ്മുടെ ഉപഭോക്തൃ വില സൂചിക പുറത്തു വന്നതിന് ശേഷം IMF തന്നെ പറഞ്ഞു അത് തെറ്റായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. അതിന്റെ കാരണങ്ങളൊക്കെ IMF പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് വാങ്ങൽ ശേഷി ഇല്ല ജനങ്ങളുടെ കയ്യില്, ഇൻകം ഇൻഇക്വാളിറ്റി ഒത്തിരി വർദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് വാങ്ങൽ ശേഷിയില്ല, വാങ്ങുന്നില്ല. കേരളത്തിലാണെങ്കിൽ വാങ്ങൽ ശേഷിയുണ്ട്, വാങ്ങുന്നു. അതാണ് പ്രധാനപ്പെട്ട വിലകൾ താഴ്ന്നു പോകാനുള്ള, അതായത് ഓൾ ഇന്ത്യ തലത്തില് ഈ 0.25% വില നിലവാരം താഴാനുള്ള കാരണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഇലക്ഷൻ കാലത്ത് അത് വല്ലതും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിക്കുമോ? ഇല്ല. അവർക്ക് എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മേൽക്കൈ കിട്ടണം. അവരാണ് പിന്നെ ഇന്ത്യയാക്കി തീർത്തത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ കള്ളക്കെട്ടുകഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എന്തായാലും അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? 0.25% ആണ് ഉപഭോക്തൃ വില നിലവാരം എന്ന് പറഞ്ഞാല് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ബാൻഡ് ഏതാണ്? ഒരു ഞാൻ പറഞ്ഞല്ലോ 2%-നും 4%-നും ഇടയ്ക്ക് നിൽക്കണം ഉപഭോക്തൃ വില. അതിന്റെ 4ന്റെ മുകളിൽ പോകാൻ പാടില്ല എന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം. അപ്പൊ ഇപ്പൊ 0.25% എന്ന് പറഞ്ഞാൽ ആ ബാൻഡിനകത്തല്ല, അതിന്റെ ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് തന്നെ മോർഗൻ സ്റ്റാൻലിയെ പോലെയുള്ള അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസീസും സാമ്പത്തിക വിദഗ്ധ കമ്പനികളും ഒക്കെ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ താമസിയാതെ തന്നെ റീപ്പോ റേറ്റ് വീണ്ടും കുറച്ചേക്കുമെന്ന്. അപ്പോൾ ഈ ആഴ്ചയിലായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ്. അത് ഇന്ന് രാവിലെയാണ് തീരുമാനം എടുക്കുന്നത്. 0.25%, അതായത് 5.5% നിന്ന് റീപ്പോ റേറ്റിനെ 5.25% കുറച്ചിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്? അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് തീർച്ചയായിട്ടും റീപ്പോ റേറ്റ് കുറച്ചാൽ അത് കൊടുക്കുന്ന ഒരു സൂചന, ബാങ്കുകൾക്ക് കൊടുക്കുന്ന സൂചന, ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് പലിശ കുറച്ച് വായ്പ കൊടുക്കും. അതുകൊണ്ട് ബാങ്കുകൾ ജനങ്ങൾക്ക്, വ്യവസായങ്ങൾക്ക്, കാർഷിക മേഖലയ്ക്ക്, വ്യാപാരത്തിന് ഒക്കെ അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് വായ്പ കൊടുക്കണം എന്നാണ് അതിന്റെ ധ്വനി. ആ ധ്വനി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവരൊക്കെ ചെയ്യാൻ പോകുന്നത്? ബാങ്കുകൾ സാധാരണ രീതിയിൽ വായ്പകൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴേക്കും സമസ്ത മേഖലകളിൽ നിന്നും കൂടുതൽ വായ്പ എടുക്കാനുള്ള തിടുക്കവുമായി മുൻപോട്ട് വരും. അങ്ങനെ വായ്പ എടുക്കാൻ തിടുക്കം കൂട്ടിയാണ് 58,000 കോടിയുടെ കിട്ടാക്കടമൊക്കെ ഇന്ത്യയിലുണ്ടായ വിവരമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. 58,000 കോടിയുടെ കിട്ടാക്കടം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ വായ്പ എടുക്കാനുള്ള താല്പര്യം ഉണ്ടാകും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞാല്. അതിന്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്തായിരിക്കും? അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അതായത് കാർഷിക മേഖലയിൽ ഉണർവുണ്ടാകും, നബാർഡ് വഴിയൊക്കെ വായ്പകൾ കിട്ടും. പിന്നെ അത് കഴിഞ്ഞാല് വ്യാവസായിക, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. ആ മേഖലയിലേക്ക് കൂടുതൽ വായ്പകൾ വന്നേക്കാം. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടുതൽ വായ്പകൾ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ, അതായത് കാർഷിക, വ്യാവസായിക, സേവന മേഖലകളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുകയും ഇക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ്, അതായത് 7%-ന് മുകളിലേക്ക് നമ്മുടെ GDPയുടെ ഗ്രോത്ത് റേറ്റ് പോയേക്കാം എന്നൊക്കെയാണ് ഈ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ 0.25% റിഡക്ഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് റീപ്പോ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കുതിച്ചുചാട്ടം ഒന്നും ഉണ്ടായില്ലെങ്കിലും, അപ്പൊ എല്ലാവരും പറയുന്നത്, ആഗോള തലത്തില് പറയുന്നത്, റേറ്റിംഗ് ഏജൻസീസ് ഒക്കെ പറയുന്നത് ഇന്ത്യ വലിയ ഏറ്റവും വലിയ അന്താരാഷ്ട്ര രംഗത്തിൽ ഏറ്റവും വലിയ റേറ്റിലാണ്, വികസിത രാജ്യങ്ങളെക്കാൾ ഉയർന്ന റേറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്
എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച സാമ്പത്തിക വിശാരദരും ഇങ്ങനെ പറയുന്നുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പലയിടത്തും. വെച്ചാൽ വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആരാണ്? അതായത് വളർച്ച, GDP വളർച്ചയുടെ ഏറ്റവും മൂർധന്യത്തിലെത്തിയ രാഷ്ട്രങ്ങളെയാണ് നമ്മൾ വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ GDP ഒരു കുതിച്ചുചാട്ടം ഒന്നും പറ്റില്ല. അവരുടെ കാർഷിക, വ്യാവസായിക, സേവന മേഖലകളൊക്കെ അത്യുച്ചയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അത് താഴേക്ക് പോകാതെ ആ ലെവലിൽ നിലനിർത്താനാണ് ആ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അതേ സമയത്ത് വികസ്വര രാഷ്ട്രങ്ങളായ ചൈന പോലെ, ഇന്ത്യ പോലെ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങള്, പിന്നെ അവികസിത രാജ്യങ്ങൾ, ഇവർക്കൊക്കെയാണ് കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകളും തന്ത്രങ്ങളും ആരായാൻ പറ്റുന്നത്. അപ്പൊ വികസ്വര രാഷ്ട്രമായ ഇന്ത്യയില് 7.5% വളർച്ച ഉണ്ടായാൽ അമേരിക്കയിൽ 2% ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കയുടെ GDPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമേരിക്കയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള വികസിത രാജ്യങ്ങളോ അവർ ഓൾറെഡി പക്വതയിൽ എത്തിയത്, വികസനത്തിന്റെ മൂർധന്യത്തിൽ എവറസ്റ്റിൽ എത്തിയതാണ്. അപ്പൊ പിന്നെ അവർക്കിനി പ്രത്യേകിച്ച് എടുത്തിയാട്ടം ഒന്നും പറ്റത്തില്ല. പിന്നെ എടുത്തിയാട്ടം പറ്റുന്നത് എങ്ങനെയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ടെക്നോളജിയിൽ വരുന്ന മാറ്റം അവരെ വീണ്ടും ഒരു ജമ്പിന് സഹായിച്ചേക്കാം. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തായാലും റീപ്പോ റേറ്റിൽ 0.25% റേറ്റ് കുറവ് വന്നതുകൊണ്ട് ഇനി വായ്പകളൊക്കെ കൂടുതൽ എടുക്കപ്പെടും. അങ്ങനെ പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ വാങ്ങൽ ശേഷി, ഇപ്പൊ 0.25% ആയിട്ടിരിക്കുന്ന ഉപഭോക്തൃ വിലയില്ലേ, തൊഴിലുകൾ ഉണ്ടാകുമ്പോൾ വാങ്ങൽ ശേഷി ജനങ്ങളുടെ കയ്യിൽ വരുന്നു. അങ്ങനെ വാങ്ങൽ ശേഷി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? വാങ്ങൽ ശേഷി ഉണ്ടാകുമ്പോൾ ഈ 0.25%ലേക്ക് താണുപോയ ഉപഭോക്തൃ വിലയും പൊങ്ങി വരും. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ്ഘടനയിലെ ക്ഷേമം കുറച്ചും കൂടി മെച്ചപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. റീപ്പോ റേറ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ, റീപ്പോ റേറ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ലോൺ റേറ്റ് കുറയ്ക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാങ്കുകളുടെ ലോൺ റേറ്റ് കുറയ്ക്കുമ്പോൾ അവർ ഡെപ്പോസിറ്റ് റേറ്റും കുറയ്ക്കും. കാരണം എന്താ വെച്ചാൽ ഈ വായ്പകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ടത്. അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് വായ്പകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ വായ്പകളുടെ റേറ്റ് കുറയുമ്പോൾ സാധാരണ രീതിയിൽ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന റേറ്റും കുറയും. അപ്പൊ എന്ത് സംഭവിക്കുക? നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും അതുപോലെയുള്ള ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളിലും ഒരു വലിയ പരിധി വരെ സേഫ് ആണ് നമ്മുടെ ഡെപ്പോസിറ്റ്സ്. അവിടെ അങ്ങനെ സേഫ് ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റ്സിനെ അൺസേഫ് ആയിട്ടുള്ള മേഖലകളിലേക്ക് മാറ്റാനുള്ള സാധ്യത, അതായത് നമുക്കറിയാം ഇഷ്ടംപോലെ പിന്നെ എന്താണ് കമ്പനികള്, ഈ പറയപ്പെട്ട ഫിനാൻസ് കമ്പനീസ് വരികയാണ് പല പേരുകളില്. എങ്ങനെയാ ഒന്ന് പിടിച്ചു പറിക്കുന്നത് എന്ന് വിചാരിച്ച് വലിയ ഓഫറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്നിടത്തേക്ക് ഈ പറയപ്പെട്ട ബാങ്കുകളിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് റേറ്റ് കുറയാൻ ഇടവന്നാൽ അങ്ങനെയുള്ള ഈ കള്ള കമ്പനികളിലേക്ക് ഡെപ്പോസിറ്റ്സ് പോകാൻ ഇടയുണ്ട്. ആ കാര്യത്തില് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അങ്ങനെയുള്ള കള്ള കമ്പനികളിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ ഒരു പരിധി വരെ വിശ്വസിക്കാം. കാരണം മ്യൂച്വൽ ഫണ്ടുകളില് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇട്ട അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം അങ്ങനെ ഇടാൻ. ഇട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസക്കാരി ഉള്ളത് എന്താന്ന് വെച്ചാല് അവര് പല കമ്പനികളിലായിട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. നമ്മുടെ പണം വാങ്ങിച്ചത് അവർ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അവർ ഡൈവേഴ്സിഫൈ ചെയ്യും. പല കമ്പനികളുടെ ഷെയറുകളിലായിട്ട് അത് ആ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഏത് കമ്പനിയാണ് പൊങ്ങുന്നത്, ഏത് കമ്പനിയാണ് താഴുന്നത്. അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സമാധാനത്തോടെ ഏകദേശം ഇരിക്കാൻ ഒക്കും. എങ്കിലും നമ്മളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ പറയപ്പെട്ട പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഏജൻസീസിന്റെ അടുത്ത് നമ്മുടെ പണം കൊണ്ടുപോയിട്ട ഒരിക്കലും ശരിയാവില്ല. മ്യൂച്വൽ ഫണ്ട്സ് ഈ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഏജൻസീസ് പോലെയല്ല. മ്യൂച്വൽ ഫണ്ട്സിന് അങ്ങനെ ചതിക്കാൻ ഒക്കില്ല. അതിനൊക്കെ നിയമപരമായ ഇതുള്ളതാണ് അത്. അപ്പൊ ഓക്കെ, അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന കുറവിൽ നിന്ന് നമുക്ക് നഷ്ടം വരാതെ നമുക്ക് ലാഭത്തിലേക്ക് പോകത്തക്ക രീതിയിൽ, അതായത് വലിയ ലാഭം പ്രതീക്ഷിച്ച് എടുത്തു ചാടരുത്. കുറച്ച് മര്യാദയ്ക്ക് നമ്മൾ കോമൺ സെൻസ് ഒക്കെ അപ്ലൈ ചെയ്ത്
നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് എങ്കിൽ അത് നമ്മൾ തോന്നിയതുപോലെ കൊണ്ടുപോയിടാതെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടാല് ഡെപ്പോസിറ്റ്സ് ആയിട്ട് കിടക്കട്ടെ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 60 ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ എപ്പോഴും പിന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഷെയറുകളിലിട്ട് അല്ലെങ്കിൽ ബോണ്ടുകളിലിട്ട് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അവരെ സംബന്ധിച്ച് നാഷണലൈസ് ചെയ്ത കമേഴ്ഷ്യൽ ബാങ്കുകളിൽ കൊണ്ടിടുന്നത് തന്നെയാണ് സേഫ്. അതിൽ ഏറ്റവും നല്ല ഇപ്പൊ സീനിയർ സിറ്റിസൺസിനൊക്കെ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും ഡെപ്പോസിറ്റ്സിന്. അപ്പൊ അതൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. ഏതായാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണ്.